ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എടുക്കാൻ പോകുന്നത് ഇന്ത്യയിലെ പ്രധാന ജലവൈദ്യുത നിലയങ്ങളാണ്. ഇന്ത്യയിലെ പ്രധാന ജലവൈദ്യുത നിലയങ്ങൾ ചെറിയ ചെറിയ കണക്ഷൻസ് ഒക്കെ വെച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, ജലവൈദ്യുത നിലയങ്ങളും അതുപോലെ അത് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നതോ എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യം കൊടുത്തിരിക്കുന്നത് ജലവൈദ്യുത നിലയങ്ങളാണ്. അതിന്റെ നദി ഏത് നദിയിലാണെന്നാണ് സെക്കൻഡ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആദ്യത്തേത് തെഹരിയാണ്, ഭഗീരഥി നദിയിൽ. തെഹരി ജലവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് ഭഗീരഥി നദിയിൽ. അപ്പൊ ഈ തെഹരി എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് എനിക്ക് കിട്ടുന്നത് തെറി എന്നുള്ളൊരു വാക്കാണ്. തെഹരി, തെറി. അപ്പൊ ഈ തെറിയൊക്കെ കേൾക്കണമെങ്കിൽ ഒരു ഭാഗ്യം വേണം എന്നുള്ള രീതിയിൽ ഒന്ന് ചുമ്മാ ഒന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. തെഹരി, ഭഗീരഥി. തെഹരി മീൻസ് തെറി എന്നുള്ള രീതിയിൽ എടുത്തത്. തെറിയൊക്കെ കേൾക്കണമെങ്കിൽ ഒരു ഭാഗ്യം വേണം എന്നുള്ള രീതിയിൽ ചുമ്മാ ഒന്ന് ആലോചിച്ച് വെക്കുക. ഭഗീരഥി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് കൊയ്ന ജലവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന നദി കൊയ്ന നദി. കൊയ്ന നദിയിൽ തന്നെയാണ്, നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടുന്നതാണ്. നെക്സ്റ്റ് ശ്രീശൈലം ജലവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദിയിലാണ്. ശ്രീശൈലം കൃഷ്ണ നദി. അപ്പൊ ശ്രീശൈലം എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ സ്ത്രീയാണ് എടുത്തത് കേട്ടോ. ആ ശ്രീ എന്നുള്ളത് സ്ത്രീ ആയിട്ടാണ് എടുത്തത്. അപ്പോ ഈ കൃഷ്ണൻ സ്ത്രീ ഗോപികമാരെന്നൊക്കെ പറയാറില്ലേ, അപ്പൊ ആ ഒരു രീതിയിലാണ് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത്. സ്ത്രീ എന്ന് പറയുമ്പോൾ കൃഷ്ണനുമായിട്ടൊന്ന് ചുമ്മാ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ശ്രീശൈലം ജലവൈദ്യുത നിലയം എന്തുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും? കൃഷ്ണ നദിയിലാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ശൈലം, ശൂലം എന്നൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ശൂലമൊക്കെ എടുക്കുന്നത് ഈ ദൈവത്തിന്റെ കയ്യിലാണല്ലോ ഉണ്ടാവും. അപ്പൊ കൃഷ്ണൻ എന്നുള്ള രീതിയിൽ ആ രീതിയിൽ ഒന്ന് ഓർത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃഷ്ണ നദിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ്? ശ്രീശൈലം കൃഷ്ണ നദിയിലാണ്. നെക്സ്റ്റ് നാഥ്പ ഝാക്രി സത്ലജ് നദിയിലാണ്. സത്ലജ്, നാഥ്പ ഝാക്രി സത്ലജ് നദിയിലും. ഇതിനൊരു ചെറിയൊരു കണക്ഷൻ പറയാം. അത്ര നല്ല കണക്ഷൻ അല്ല എങ്കിലും നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പെട്ടെന്ന് ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ള ചെറിയൊരു കണക്ഷൻ പറയാം. നാഥ്പ ഝാക്രി എന്ന് പറയുമ്പോൾ നാഥ്പ അല്ലെ, ഞാൻ നാദമായിട്ടാണ് എടുത്തത്. നാഥ്പ ഝാക്രി, നാഥ്പ, നാദപ, നാദം. ഓക്കെ, അപ്പൊ ഈ നാദം എന്ന് പറയുമ്പോൾ നമുക്ക് സരിഗമ അറിയാലോ. സരിഗമ നമ്മൾ പാടാറുണ്ടല്ലോ. അപ്പൊ അതിൽ സാന്ന് ഉള്ള രീതിയിലാണ് ഇവിടെ സത്ലജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ. അപ്പൊ ആ സാവുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. നാദം സ്റ്റാർട്ട് ചെയ്യുന്നത് സായിലാണെന്നുള്ള രീതിയിൽ ചുമ്മാ ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു നാഥ്പ ഝാക്രി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ എന്നുള്ള രീതിയിൽ, സരിഗമ എന്നുള്ള രീതിയിൽ സത്ലജുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ അത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ആ ഒരു കണക്ഷൻ പറഞ്ഞത്. ഓക്കെ, നാഥ്പ ഝാക്രി ഇവിടെയാണ്. ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സത്ലജ് നദിയിൽ. സത്ലജ് നദിയിൽ. നെക്സ്റ്റ് സരോവർ, സർദാർ സരോവർ ആണ്. നർമ്മദ നദിയിലാണ്. നമുക്കറിയാം അല്ലെ, പട്ടേലിന്റെ സ്റ്റാച്ചു ഒക്കെ ഉണ്ടല്ലോ. സർദാർ സരോവർ എവിടെയാണ്? നർമ്മദ നദിയിൽ. നെക്സ്റ്റ് ബക്രാനങ്കൽ ആണ്. സത്ലജ് നദിയിൽ തന്നെയാണ് അല്ലെ. ബക്രാനങ്കൽ എന്താണ് ജലവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദിയിൽ. ഞാനിത് കണക്ട് ചെയ്തിട്ടുള്ളത് ബക്രാനങ്കൽ എന്നാണ് അല്ലെ. ബക്രാനങ്കൽ, നങ്കൽ എന്നുള്ളത് ഞാൻ നഖം ആയിട്ട് നമുക്ക് കണക്ട് ചെയ്തൂടെ? ഈ ബക്രാനങ്കൽ അല്ലെ, നംഗ, നഖം എന്നുള്ള രീതിയിലൊന്നും എടുക്കാലോ. ഈ നഖൊക്കെ ഉണ്ടാവുന്നത് ഒരു സതി എന്ന് പറഞ്ഞ കുട്ടിക്കാണെന്നുള്ള രീതിയിലൊന്നും ആലോചിക്കുക. നഖൊക്കെ ഉള്ളത്, നഖമൊക്കെ വളർത്തുന്നത് പെൺകുട്ടികളാണല്ലോ കൂടുതലായിട്ടും വളർത്തുന്നത്. അപ്പോൾ നഖമൊക്കെ വളർത്തുന്നത് സതി എന്ന് പറഞ്ഞൊരു കുട്ടിയാണെന്നുള്ള രീതിയിൽ സതി, സത്ലജ് എന്നുള്ള രീതിയിലൊന്ന് ഓർത്തെടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഭാഗത്ത് ഒരു 6 പറഞ്ഞിട്ടുണ്ട്. തെഹരി ഭഗീരഥി നദിയിലാണ്. തെറിയൊക്കെ പറയുന്നത് ഒരു ഭാഗ്യമാണ്, കേൾക്കുന്നത് ഒരു ഭാഗ്യമാണെന്ന് ചുവന്ന് ആലോചിക്കുക കേട്ടോ. കൊയ്ന നദിയിലാണ്. ശ്രീശൈലം, സ്ത്രീ എന്നൊക്കെ കേൾക്കുമ്പോൾ കൃഷ്ണനെ ഒന്ന് ഓർത്ത് വയ്ക്കുക. കൃഷ്ണ നദിയിലാണ്. നാഥ്പ ഝാക്രി സത്ലജ് നദിയിലാണ്. നാഥ്പ അല്ലെ, നാദം, സാലിഗമ അല്ലെ, സാല തുടങ്ങുന്നത് സത്ലജ്. സർദാർ സരോവർ നർമ്മദ നദിയിലാണ്. പിന്നെ ബക്രാനങ്കൽ സത്ലജ് നദിയിലാണ്. നെക്സ്റ്റ് ഇന്ദിരാസാഗർ നർമ്മദ നദിയിലാണ്. ഇന്ദിരാസാഗർ നർമ്മദ നദിയിലാണ് എന്ന് ഓർത്ത് വയ്ക്കുക. ഇന്ദിരാസാഗർ ഇന്ദിര എന്നുള്ള പേര് വെച്ച് നമ്മൾ ഒരുപാട് കനാലുകളും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ചും കൂടി എല്ലാം ഒന്നിച്ച് ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഓരോന്നിന്റെയും കോഡ് പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ ഇപ്പോൾ എന്തായാലും ഓർത്ത് വയ്ക്കുക. ഇന്ദിരാസാഗർ എന്ന് പറയുന്നത്, ഇന്ദിരാസാഗർ എന്ന ജലവൈദ്യുത നിലയമാണ് ഇവിടെ നർമ്മദ നദിയിൽ. ഓക്കെ, നെക്സ്റ്റ് നാഗാർജുന സാഗർ ജലവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദിയിലാണ്.
നാഗാർജുന സാഗർ. അപ്പോൾ ഈ നാഗാർജുന എന്ന് പറയുമ്പോൾ നമുക്ക് നാഗാർജുന, അർജുനൻ എടുക്കാം അല്ലെ. അപ്പൊ അർജുനനും ഇപ്പറയുന്നുണ്ട്, കൃഷ്ണ നദിയിലാണ്, കൃഷ്ണനും ഉണ്ട്, അർജുനനും കൃഷ്ണനും നില രീതിയിൽ അങ്ങനെ എടുക്കാം. നാഗാർജുന സാഗർ ജലവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൃഷ്ണ നദിയിൽ. ഓക്കെ, നാഗാർജുന, അർജുനനും കൃഷ്ണനും നില രീതിയിൽ എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ഹിരാക്കുണ്ടം മഹാനദിയിലാണ്. ഹിരാക്കുണ്ടം എവിടെയാണ്? മഹാനദിയിലാണ്. ഹിര ഹ അല്ലെ, ഹ വരുന്നുണ്ട്, മഹാനദി ഹ വരുന്നുണ്ട്, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. ഹിരാക്കുണ്ട് ജലവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാനദിയിൽ. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ഇടുക്കി, നമ്മുടെ കേരളത്തിലാണ്. ഇടുക്കി ജലവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പെരിയാർ നദിയിലാണ്. പെരിയാർ നദിയിൽ. ഓക്കെ, അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ജലവൈദ്യുത നിലയങ്ങളാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ജലവൈദ്യുത നിലയങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. തെഹരി ജലവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് ഭഗീരഥിയിലാണ്. തെഹരി നമ്മൾ തെറി പറയുന്നതൊക്കെ കേൾക്കാൻ ഒരു ഭാഗ്യം വേണമെന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്ത് വയ്ക്കുക. കൊയ്ന നദിയിലാണ്. ശ്രീശൈലം കൃഷ്ണ നദിയാണ്. കൃഷ്ണ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. നാഥ്പ ചാക്രി സത്ലജ് അല്ലെ, നാദം സരിഗമ എന്നുള്ള രീതിയിൽ സാ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, സത്ലജ്. നെക്സ്റ്റ് സർദാർ സരോവർ നർമ്മദ നദിയിലാണ്. ബക്രാനങ്കൽ സത്ലജ് അല്ലെ, ബക്രാനങ്കൽ. ഓക്കെ, നഖമൊക്കെ വളർത്തുന്നത് സതി എന്ന് പറഞ്ഞ കുട്ടിയാണെന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇന്ദിരാസാഗർ നർമ്മദ നദിയിലാണ്. നാഗാർജുന സാഗർ കൃഷ്ണ നദിയിലാണ്. അർജുനനും കൃഷ്ണനും പറഞ്ഞിട്ടുണ്ട്. ഹിരാക്കുണ്ട് മഹാനദിയിലാണ്. ഹിരാക്കുണ്ട് ഹ അല്ലെ, മഹാനദി. ഇടുക്കി ജലവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് പെരിയാറിലാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്ര മാത്രമേ ഉള്ളൂ. കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.